ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവരും ഉറക്കണേറ്റ് വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചേ. എല്ലാവരും മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം മാത്രം ഇന്ന് അടുക്കളയിൽ കയറിയാൽ മതി കേട്ടോ. ഞാനിന്ന് അടുക്കളയിലൊന്നും കയറുന്നില്ല. ഇന്ന് മുറ്റം അടിയോടടിയാണ് കേട്ടോ. ഇത് എല്ലാ ദിവസവും മുറ്റം തൂക്കണതാണ്, എന്നാലും ഇന്ന് ഞാൻ മുറ്റം തൂക്കുകയാണ്. നമ്മളെ ഓണമൊക്കെ കഴിഞ്ഞ് എത്താറായി. നമ്മൾ മുറ്റമൊക്കെ തൂത്ത് നല്ല ക്ലീനാക്കി ഇടുക. അങ്ങനെ മുറ്റം തൂത്ത് ചപ്പ് ചവറുകളെല്ലാം കത്തിക്കുന്നുണ്ട്. ഒരാളിതാ ഇവിടെ കിടന്ന് ബോൾ കളിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ കിടന്ന് തൂത്തുവാരി തട്ടുന്നു, തൂത്തുവാരി കൂട്ടുന്നു, തൂത്തുവാരി കത്തിക്കുന്നു. അങ്ങനെ ഒരു മേളം തന്നെ. നിങ്ങളെല്ലാവരും ഓടി വായോ, നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. എല്ലാവരും ഓടി വാ. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ തൂത്ത് എല്ലാമൊക്കെ ഒതുക്കി പറക്കി വച്ചതിന് ശേഷം എനിക്ക് ക്ഷേത്രത്തിൽ പോകണം കേട്ടോ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് കുറച്ച് കലാപരിപാടികൾ കൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു മരം നിന്നതിനെയൊക്കെ മുറിച്ച് മാറ്റി അതിൻ്റെ വീണ്ടും പൊടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മൂട്ടിൽ ഞാൻ തീയിടുന്നതാണ്. വീണ്ടും പൊടിച്ച് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ തീയിടുന്നതാണ്. അതിൻ്റെ ആ മുറിച്ചതിൻ്റെ പൊടിയും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ ഇട്ട് അങ്ങോട്ട് തീ കത്തിക്കുമ്പോൾ കൊതുകും മാറും. പിന്നെ അവിടെ അത് പിന്നെ പൊടിച്ച് കയറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ തീയിടുന്നതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞു കുളിച്ച് റെഡിയായി ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്ന് ഇനി രാത്രി നമ്മളെ ദോശയൊക്കെ ചുട്ട് കഴിച്ചു. അതിനുശേഷം പാത്രമൊക്കെ കഴുകി ഒതുക്കാൻ പോണ തിരക്കിലാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വച്ചതിന് ശേഷം നമുക്കിനി ഓണം വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങണ്ടേ. നാരങ്ങ, മാങ്ങ, ഇഞ്ചി ഇല്ലേ, ഇതൊക്കെ നമുക്കിനി അച്ചാർ ഐറ്റംസൊക്കെ ഉണ്ടാക്കണമല്ലോ ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ, ചെറുനാരങ്ങ അച്ചാറങ്ങ് വെച്ചാലോ. അച്ചാർ വയ്ക്കണില്ല, അച്ചാറിന് വേണ്ടി നമുക്ക് അരിഞ്ഞ് പറക്കി റെഡിയാക്കിയൊക്കെ വയ്ക്കാം. അങ്ങനെ നിങ്ങളെല്ലാവരും ഓടി വായോ. ഒരാൾ അവിടെ കിടന്ന് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഒരു ബഹളം തന്നെയാണ്. ആളിന് രാത്രി ഉറക്കമൊന്നുമില്ല. അടിച്ച് പിടിച്ച് 9:30 ആകുമ്പോൾ കൊണ്ടുപോയി അടച്ചിട്ട് ഇരുട്ട് കാണിച്ചൊക്കെ ഉറക്കിയാണ് അവനെ റെഡിയാക്കി എടുക്കുന്നത്. 24 മണിക്കൂർ ഞങ്ങൾ 2 പെണ്ണുങ്ങളെയും പിറകെ ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് നമ്മളെ കൊച്ചണ്ണൻ്റെ ജോലി. കഴിഞ്ഞു. പാത്രമെല്ലാം കഴിയാറായി. നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് പറക്കിയെടുത്തു. ഞാൻ നാരങ്ങ നേരത്തെ അല്ല, ഞാൻ ഇതിന് മുൻപ് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങ നേരത്തെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ അരിഞ്ഞ് പറക്കി കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് വച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മളെ ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ കായം പൊട്ടിച്ചിട്ടു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നാളെ ആകുമ്പോൾ സംഭവം നല്ല പരുവമായിരിക്കും. അപ്പം നമുക്ക് അച്ചാർ വയ്ക്കാം. ഇങ്ങനെ എല്ലാവരും ഓടി വായോ. ഞാൻ ഓണത്തിന് നല്ല കൊഴുത്ത നാരങ്ങ അച്ചാർ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ നാരങ്ങ അച്ചാറിന്. അങ്ങനെ നിങ്ങളെല്ലാവരും ഓടി വായോ. ഓണം വന്നാൽ നാരങ്ങ വേണം, ഇഞ്ചി വേണം, മാങ്ങ വേണം, പിന്നെ പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, അങ്ങനെ എല്ലാ കറികളും വേണം ഇല്ലേ. നമുക്കതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ ഇന്നിതാ നാരങ്ങ അച്ചാർ വയ്ക്കാൻ പോവുകയാണ്. നാരങ്ങ അച്ചാറിന് വേണ്ടി അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നിതാ ഇവിടെ നാളെ ഞാൻ വയ്ക്കുമ്പം തന്നെ ശനിയാഴ്ചയില്ല. അങ്ങനെ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.